ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1440 ദിവസമായ ഇന്ന് 2025 ഏപ്രിൽ മാസം 24 വ്യാഴാഴ്ച, 1200 ആണ്ട് മേടമാസം 11. ഗുരുവചനങ്ങളിലൂടെ വീട് പണിയുന്നതിൽ കണക്കിലേറെ പണം ചെലവഴിക്കുന്നത് ബുദ്ധിപൂർവമല്ല. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ തത്വവും അനുഷ്ഠാനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 8ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഓരോരുത്തർക്കും ഗുരുവിനോട് അവരവരുടേത് മാത്രമായുണ്ടായിരുന്ന പാവനവും പ്രേമപൂർണവുമായ വീഴ്ചയെപ്പറ്റി ഗാഢമായ ബോധവും അടക്കാനാവാത്ത അഭിമാനവും ഉണ്ടായിരുന്നു. ഗുരുവിൻ്റെ അർത്ഥനിമീലിതമായ നയനങ്ങളിൽ തുളുമ്പി നിന്ന ശാന്തിപ്രസരം തൻ്റെ ചുറ്റും പരത്തിയ മൗനപരിവേഷത്തിൽ എല്ലാ ഹൃദയങ്ങളും ഒരുപോലെ അനുരക്തമായി. ഏവരും ഒരുപോലെ നിശബ്ദരായിത്തീർന്നു. ആദ്യം മൗനഭേദനം ചെയ്തത് മഹാകവിയാണ്. ജനങ്ങളുടെ നന്മയ്ക്കായി ഗുരു ചെയ്യുന്ന മഹത്തായ കർമ്മത്തെ ടാഗോർ അഭിനന്ദിച്ചു. എന്നാൽ ഗുരുവിൽ നിന്നും പൊടുന്നനെയുണ്ടായ പ്രത്യുത്തരം അപ്രതീക്ഷിതമായിരുന്നു. കഴിഞ്ഞ കാലത്ത് നമുക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല, ഭാവിയിൽ ചെയ്യുവാനും കഴിയുകയില്ല. നമ്മുടെ തികഞ്ഞ കഴിവില്ലായ്മയിൽ നാം പരിതപിക്കുന്നു. ഗുരുവിൻ്റെ വാക്കുകൾ ചിലർക്ക് ഒരു കടങ്കഥ പോലെ തോന്നി. മറ്റു ചിലർ വിചാരിച്ചത് ഗുരു ഫലിതം പറയുന്നു എന്നാണ്. ഇനിയും ചിലർ ഗുരുവിൻ്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന യുക്തിയുക്തിതങ്ങളെ പരിശോധിച്ചു നോക്കി. ഗുരുവിൻ്റെ വാക്കുകൾ ദീർഘവും ആഴമുള്ളതുമായ ഒരു മൗനത്തിൻ്റെ മുന്നോടിയായിരുന്നു. ഗുരുവിൻ്റെ വിചാരവേദിയിൽ കടന്നു ചെല്ലുവാൻ കഴിയാതെ പതറിയ ജനാവലി പരസ്പരം നോക്കി. ഒന്ന് തീർച്ചയായിരുന്നു, അവിടുന്ന് കളിവചനങ്ങൾ പറയുകയായിരുന്നില്ല. ഗുരുവിൻ്റെ മുഖത്തും കണ്ണിലും സ്ഫുരിച്ചിരുന്ന ആത്മാർത്ഥത അത്യന്തം ഹൃദയസ്പൃക്കായി ഏവർക്കും തോന്നുകയുണ്ടായി. ആ മൗനത്തിൻ്റെ സാംക്രമിക മാസ്മരതയിൽ ഏവരുടെയും സംശയങ്ങൾ അലിഞ്ഞുപോയി. വ്യത്യാസം വെടിഞ്ഞ് ആ നിശബ്ദതയിൽ പങ്കാളികളായവർ ഒരേ മാനവമൂല്യത്തിൻ്റെ ബൃഹത്തായ ഒരാവിഷ്കാരം പോലെ കുറേ നേരം നിർവൃത്തി നുകർന്നു നിന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.